നമ്മൾ കെട്ടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിലൊക്കെ കുറേ അവിടെ അത്ര വീടുകൾ വലിയ വലിയ പണക്കാരൊക്കെ വലിയ വലിയ വീടുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, കാറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെ പോയി അതൊക്കെ? ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അത് കണ്ടുപിടിച്ചിട്ട് വലിയ വലിയ പണക്കാരാവാനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ആ വെള്ളത്തിന് പോകാനുള്ള സ്ഥലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏകദേശം ഈ മുണ്ടക്ക എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട് ഭാഗത്ത് സംഭവിച്ച അല്ലെങ്കിൽ അവിടെ ഉരുൾപൊട്ടി വന്നതായ ആ ഒരു വെള്ളം എത്രത്തോളം പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പോകുന്നു. ആ ഒരു വെള്ളത്തിൻ്റെ ഫോഴ്സ് അല്ലെങ്കിൽ അത് എത്രയും അപകടകരമായ ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്കുമാണ് അവിടെ ആ ഒരു ഏരിയ മൊത്തമായിട്ടും പോയി മറ്റൊരു ഏരിയയിലേക്കാണ് അവരുടെ ബോഡിയൊക്കെ പോയിട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, അത്രയും ഭീകരമായിട്ടുള്ള ഒരു വെള്ളം ഇതാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് അവിടെ, എവിടെ നിന്നാണ് വെള്ളം തുടങ്ങിയത്, എവിടെയാണ് അവസാനിച്ചത് എന്നുള്ള കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്കപ്പോൾ ഏകദേശം മനസ്സിലാകും എത്രത്തോളം ആ വെള്ളത്തിൻ്റെ ഭീകരത വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വെള്ളപ്പൊക്കം വരാനുള്ള കാരണം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ഞാൻ ചെയ്തിരുന്നു. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം. അതിനിവിടെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്രയും ആൾക്കാരാണ് അവിടെ മരണപ്പെട്ടു പോയത്. 3000 ആൾക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അവിടെ നിന്ന് മൃതശരീരം ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ പാർട്സും ഓരോ സൈഡിലാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, അവരുടെ നാവ് പോലും ഒരിടത്ത് ഒരു നാവ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിന്തിക്കണം, നാവ് മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മറ്റൊരിടത്ത് കാല്, മറ്റൊരിടത്ത് തല, എന്നിങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ അവരുടെ ബോഡിയുടെ പാർട്സാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അത്തരത്തിലുള്ള ആ ഒരു അപകടങ്ങളെ തൊട്ട് നമ്മേവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക. ഈ ഒരു സന്ദർഭത്തിൽ എവിടേക്കും പോവാതിരിക്കുക. വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി ചാടി കളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രിപ്പ് പോകുന്നവർ എല്ലാം ഒന്ന് നിർത്തി വീട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പോൾ പോകുന്ന സമയത്ത് പോലും മലകളൊക്കെ ഇടിഞ്ഞു വീഴുന്നതും റോഡുകളൊക്കെ തകർന്നു വീഴുന്നതും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കർണാടക ഭാഗത്താണെങ്കിലും കേരള ഭാഗത്താണെങ്കിലും മൊത്തമായിട്ടും ചിക്മംഗ്ലൂരു, അതേപോലെ ഗുരുപുര എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ന്യൂസുകളൊക്കെ കാണുമ്പോൾ പേടി തോന്നുകയാണ്. വീട്ടിലിരിക്കുക, ഇരുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അതേതാണ് രണ്ട് കാര്യമെന്ന് ഞാൻ പറയാം. അതിനുശേഷം ഞാൻ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഒരു മനുഷ്യന് ദുആയാണ് അവൻ്റെ ഏറ്റവും വലിയ ഒരു ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത്. നമുക്കൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം. ഒന്നാമത്തെ ആയുധം അതാണ്. രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് സ്വതക്കയാണ്. സ്വതക്കത്തു റദ്ദുൽ ബലാ. സ്വതക്ക എന്നുള്ളത് ബലാഹുകളെ നീക്കിക്കളയുമെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ സ്വതക്ക ചെയ്യാം. ഇപ്പോൾ ആ വയനാടിൻ്റെ ആ ഒരു സ്ഥലത്ത് കുറേ ആൾക്കാർക്ക് ഭക്ഷണത്തിൻ്റെയും അല്ലെങ്കിൽ കുറേ സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം? സ്വതക്കകൾ ചെയ്യാം. നമ്മൾ കെട്ടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിലൊക്കെ അവിടെ അത്ര വീടുകൾ വലിയ വലിയ പണക്കാരൊക്കെ വലിയ വലിയ വീടുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, കാറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെ പോയി അതൊക്കെ? കാണാറില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊക്കെ സീറോയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ കയ്യിൽ പണം കെട്ടിവെച്ചത് കൊണ്ടോ ഒരു കാര്യവുമില്ല. ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് മുമ്പിൽ നമ്മൾ കീഴടങ്ങിയേ പറ്റൂ. മറ്റൊരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യമാണ്. അതൊന്ന് ദുആയാണ്, മറ്റൊന്ന് സ്വതക്ക ചെയ്യുന്നതാണ്. ഈ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ നമുക്കൊരു വിപത്തും വരികയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ദുആ ചെയ്യാം. അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുക, നന്മ ചെയ്യുക, സ്വതക്കകൾ ചെയ്യുക. ഇത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനത്തെ വിപത്തുകൾ വരാതെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തു രക്ഷിക്കട്ടെ. ഇനി നമുക്ക് ആ ഒരു ദൃശ്യം നമുക്ക് കണ്ടു നോക്കാം. എനിക്കിത് വാട്സപ്പ് മുഖേന കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു.
സോ നിങ്ങളിൽ ഈ ഒരു വീഡിയോ കാണിച്ചു തരാമെന്ന് കരുതി. കാരണം കുറേ ആൾക്കാർക്ക് എന്താണ് അവിടെ സംഭവിച്ചത്, അതിൻ്റെ ഭീകരത എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. 1 മിനിറ്റും 20 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾ കാണുക, അതിൽ പറയുന്നതൊന്ന് ജസ്റ്റ് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ എന്താണ് സംഭവിച്ചത്, എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെയാണ് അവസാനിച്ചത്, അവിടുത്തെ ആ ജനങ്ങൾ എവിടെയാണ് പോയത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങളത് ഇപ്പോൾ കണ്ടു നോക്കുക. സ്ക്രീനിലൂടെ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരാം. കാണിച്ചത് ഗൂഗിൾ എർത്തിലാണ്. ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ. കണ്ടോ, മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്, ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം. ആ പാലം, ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇത് കണ്ടോ, പുഴ വരുന്ന വരവ് കണ്ടോ, ഇതിലേ വന്ന് ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് കണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ, പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇതുണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ട്. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി എന്താണ് അവിടെ, എവിടെ നിന്നാണ് വെള്ളം വന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഇതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണ്. കാരണം ഇപ്പോൾ മനുഷ്യന്മാർ എങ്ങനെയാണെന്ന് വെച്ചാൽ കാടുകളും മരങ്ങളും ഒക്കെ ഉണ്ട്, അതിനെന്ത് കട്ട് ചെയ്തുകൊണ്ട് അവിടെ വീടുകൾ പണിയുകയാണ്, ബിൽഡിങ്ങുകൾ കൊണ്ടുവരികയാണ്. ഇതൊക്കെയാണ് ഇതിന് കാരണമെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഉരുൾപൊട്ടിയാതാണ് അവിടെ സംഭവിച്ചത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ എവിടെയെങ്കിലും വെള്ളം പോകുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വെള്ളമില്ലാത്ത സമയത്ത്, മഴക്കാലമല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ആ സ്ഥലത്തെ മൂടി അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ട് അവിടെ ബിൽഡിങ്ങാണ് പണിയുന്നത്. മരങ്ങളൊക്കെ എടുക്കുകയാണ്, എന്നിട്ട് ബിൽഡിങ്ങുകളൊക്കെ പണിത് അതിനുശേഷം മഴക്കാലം വരുമ്പോൾ ഈ വെള്ളത്തിന് പോകാനുള്ള സ്ഥലമില്ല. എവിടേക്കാണ് ഈ വെള്ളമൊക്കെ പോകാനുള്ള സ്ഥലമില്ല. മുമ്പുണ്ടായ സ്ഥലമൊക്കെ ഇപ്പോൾ ഇല്ല. അവിടെയൊക്കെ മൂടിയിട്ട് ബിൽഡിങ്ങുകളും ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കി പുതിയ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് വലിയ പണക്കാരാവാനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ആ വെള്ളത്തിന് പോകാനുള്ള സ്ഥലമില്ലാതെയാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിപത്തുകൾ സംഭവിച്ചു പോകുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നിങ്ങൾ അവിടെ നടന്നതായ ഒരു സംഭവത്തിൽ എത്രയോ കുടുംബങ്ങൾ തളർന്നു പോയിട്ടുണ്ട്. അവർക്ക് നിങ്ങൾ താങ്ങും തണലായി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് താങ്ങാനുള്ള ശക്തി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ പിഞ്ചോമന പൈതങ്ങളെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമാണ് വരുന്നത് അല്ലാഹ്. അത്രയും ഭീകരമായിട്ടാണ് അവരെ കാണുന്നത്. മണ്ണിൻ്റെ അടിയിൽ നിന്ന് എടുക്കുമ്പോഴൊക്കെ കൽബ് പൊട്ടിപ്പോകുന്നല്ല. അല്ലാഹുവേ, നീ അവരെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അവിടുന്ന് ആ മരണപ്പെട്ടു പോയവരുടെ മക്കളുണ്ട്, മാതാപിതാക്കളില്ല, മാതാപിതാക്കളുണ്ട്, മക്കളില്ല. അല്ലാഹുവേ, അവർക്കൊക്കെ നീ താങ്ങാനുള്ള ശക്തി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് നമ്മേവരെയും അല്ലാഹുവേ നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഒരിക്കലും നമുക്ക് അത്തരത്തിലുള്ള വിപത്തുകൾ നീ കൊണ്ടുതരല്ലേ അല്ലാഹ്. പരീക്ഷണങ്ങൾ അത്തരത്തിലുള്ള നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, നീ നമ്മളെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, മുമ്പ് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏത് ദുആയാണ് ഇപ്പോൾ കൊണ്ടുവരേണ്ടതെന്ന്. അതൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നിങ്ങൾക്ക് ദുആ ചെയ്യാവുന്നതാണ്. ആ ദുആകളൊക്കെ പതിവായി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.